ബർക്കുമോ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. സ്വർഗവും ഭൂമിയും തന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മനുഷ്യ രാജാവേ നിനക്ക് സ്തുതി. പാരിക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. Barak Praise to our Lord, who tore in pieces the register of our sins and made us ascend with him to heaven and made us sit at the right hand of his Father. Christ our Lord, who when you were hung upon the wood, saved and delivered us in our guilt. We honor your cross, while we say that it was God who was crucified upon it. We worship the cross as the great sign and token of victory which shall go before you at the time of your manifestation from heaven. We all worship the cross, and the cross we put our trust. We extol the cross. We take delight in the cross. We love it vehemently. As the psalmist says, I look upon to the mountains, from where will my help come? We look upon to the cross for our strength, for our healing. In it is our boost as we glorify Christ. We receive his passion and his death in our flesh, that we may live in Christ's presence, and likewise with him we may reign in his heavenly kingdom. We'll offer praise, glory, and thanksgiving to him and to his adorable Father and to his Holy Spirit, now and always, forever and ever. Amen. In the name of the Father, the Son, and the Holy Spirit. Amen.
First of all, belated birthday wishes to our beloved Tirumeni. Last year on 7th October, I was lucky to spend time with Tirumeni at Roha while he was leading the global conference of OCYM. OCYM members from different parts of India and abroad could personally wish him. This year also I feel blessed to wish him through this Theo Ministry program. Our prayers and best wishes will be always there with you, Tirumeni, our good shepherd. I feel humble to have received this offer to give an introductory message on this forum on how prayer can help us to overcome adverse situations. We all face adverse situations in our life and sometimes a season of hardships like many people are facing in current scenario. Many are even going through a combination of troubles like job losses, bad financial situations, loss of loved ones and illness. It is during these difficult times that our faith and our ability to believe in the power of prayer is being tested. Let me take you through the story of Samuel Bringle, who was born in United States in 1860. Born as a cobbler's son, he didn't have great looks. He was short, fragile and had a difficult childhood. He nurtured his wish of serving the Lord, and to fulfill this wish, he went and knocked the doors of Mr. William Booth, who was the founder of Salvation Army. He was rejected twice by Mr. Booth at the entry itself, due to his fragile stature and not so good appearance. Bringle did not give up. He made a third attempt. Finally, Mr. Booth asked Bringle what it was that he actually wanted. Bringle replied that he wanted to serve God and he was looking for a job in the ministry to serve God. Booth was not at all impressed by Bringle's personality and wanted to avoid him. So he asked him to take up the job of cleaning shoes of the fellow members of the Salvation Army. Bringle was also asked to stay in a small shoe rack room. But Bringle accepted this offer and started to work as a boot polisher. The room offered to him was filthy. He had to not only live in that room which was stinking of dirty shoes and socks, but also had to have his food in that same room. Booth assumed that Bringle would not be able to survive it for long and would quit the job and go away. But Samuel Bringle was loyal by nature. He lived in that room for 16 years and did his work with dedication, kept all the shoes polished and neat. He also started reading the Bible and praying in his free time. For 16 long years, he worked sincerely and prayed in that small stinky room without any recognition or fame. During all these years, he was never brought to the forefront to do God's work. He limited himself to praying, spending time with the God and doing his work diligently. As years went by, Salvation Army's mega convention was being organized, a huge event in which around 50,000 people would be attending. William Booth wanted it to be a mega 7-day event and he invited 7 famous speakers to come and deliver a speech on each of the 7 days. On the 7th day of the event, Booth received a telegram message from the eminent speaker of that particular day with an apology that he cannot attend the convention and requested to organize another speaker for the finale day. Seeing the telegram message, William Booth was shocked and devastated. He ran to the chapel and fell on the floor, cried and prayed to God for a solution to this unexpected terrible situation that had come by suddenly. That day, God spoke to William Booth. God said, Samuel Bringle, who is living in your small showroom for the past 16 years, will speak at this mega event in the place of your famous speaker. Booth was surprised. He prayed to God again for clarity, as he could not believe what he heard, but all he heard again was Samuel Bringle's name. Booth thought that Bringle would be scared and that he would not agree to do the speech, but Booth was proved wrong. On hearing that God has told Booth that Bringle should speak at the mega event, Bringle calmly accepted the responsibility without showing any surprise, fear or excitement. Bringle never stood in front of such a huge crowd in his lifetime. He is going to do that for the first time ever. Booth had given his good clothes to Bringle to wear, but those clothes were oversized for the feeble and short Samuel Bringle. Wearing an oversized coat and a double-sized shoes, Samuel Bringle went onto the stage. Bringle looked at the large crowd and said to them,
Let's pray. Close your eyes. Then Samuel Brinkle closed his eyes and started praying. After 5 minutes of prayer, when Brinkle opened his eyes, he could not see anybody in the audience chairs. It was a crowd of more than 50,000 people. He thought everyone had left during his 5 minutes of prayer, even before he started to speak. While looking closer, he saw that people were kneeling on the ground. They were crying and praying to God. They all felt the presence of the Lord during the 5 minutes prayer of Brinkle. They were crying and repenting to the Lord. This incident marked the beginning of Samuel Brinkle's spiritual life. After Booth's tenure, Brinkle was selected as a chief of Salvation Army and was one of the most powerful commissioners of the organization. He became a leading author and a preacher on the doctrine of holiness. How did Samuel Brinkle, who polished shoes and lived in a dingy room for 16 long years, reach such a great position of fame and command? The reason was his faithful prayers, his loyalty and sincerity to God and to his work, his persistent, undying dedication and faith in the Lord for 16 long years when he was being tested, when he was not doing good or getting any recognition. So, if you are a person who prays hard, faithful to God, in all the adversities that you may be going through, trustworthy and loyal in your work, God has kept higher positions and bigger successes for you. He will provide you in abundance in His time. Till then, keep your faith strong, never give up on the power of prayer, and when your deliverance arrives, remember to praise and thank God. Life may be hard at times, but remember, the Lord is greater than your problems. May God bless you all. Amen. Thank you. ആനന്ദമായി ആത്മാ
വാഴണം. ത്രിയേക ദൈവത്തിന്റെ ധന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ കുരുലോസ് തിരുമേനി, ബോംബെ ഭദ്രാസന യുവജന പ്രസ്ഥാന വൈസ് പ്രസിഡന്റ് ജിജോ അച്ഛൻ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, തിയോ മിനിസ്ട്രി പ്രവർത്തകരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, കർത്തനാമത്തിൽ എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ബോംബെ ഭദ്രാസനത്തിന്റെ തിയോ മിനിസ്ട്രിയുടെ ഭാഗമായി നടത്തപ്പെടുന്ന ഈ വചന ശുശ്രൂഷയിൽ ഇന്ന് വചനം പങ്കുവെക്കുവാൻ നൽകിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ പക്ഷത്ത് എങ്കിൽ ആര് നമ്മൾക്ക് എതിർ നിൽക്കും? പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വലിയ ഒരു ഉറപ്പാണ് ഈ വചനം. ദൈവം നമ്മുടെ പക്ഷത്ത് ആണെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? തൊട്ട അടുത്ത വചനം നമ്മൾ ശ്രദ്ധിക്കണം. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി അവനെ ദാനമായി നൽകിയവൻ അവനോട് കൂടി സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? വചനം പറയുകയാണ്, തന്റെ ഏകപുത്രനെ പോലും പിടിച്ചുവെക്കാതെ നമുക്ക് വേണ്ടി വിട്ടുതന്ന സ്വർഗത്തിലെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തരുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ്. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. നാം ദൈവത്തിന്റെ പക്ഷത്താണോ? അതോ നാം പിശാചിന്റെ പക്ഷത്താണോ? അതോ നാം ലോകത്തിന്റെ പക്ഷത്താണോ? യഥാർത്ഥത്തിൽ നാം ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുകയും നടക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തികളാണോ? റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം പറയുകയാണ്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അങ്ങനെ നമ്മോടുള്ള തന്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു അഥവാ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, പാപിയായ മനുഷ്യന്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. പാപിയെ തള്ളിക്കളയുകയല്ല, അവനെ രക്ഷിക്കുന്ന ഒരു ദൈവം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളും ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിൽക്കണം. ദൈവം നമ്മുടെ പക്ഷത്തും നമ്മൾ ദൈവത്തിന്റെ പക്ഷത്തും ആയിത്തീരുമ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കാണും. ആർക്കും നമ്മൾക്ക് എതിർക്കാൻ സാധ്യമല്ലാത്ത അത് പറയുന്നു. അനേക വർഷങ്ങൾക്ക് മുമ്പ് മിസ്സസ് മാർഗരറ്റ് എന്ന് പറയുന്ന ഒരു വനിത അമേരിക്കയിൽ ബോസ്റ്റണിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത്
ഹാലിഫാക്സിനടുത്തുള്ള നോസ്കോഷ്യ എന്ന് പറയുന്ന സ്ഥലത്ത് തന്റെ അമ്മ മരിക്കാൻ കിടക്കുകയായിട്ട് ഒരു ടെലിഗ്രാം കിട്ടുകയാണ്. രാത്രിയിൽ തന്നെ മിസ് മാർഗരറ്റ് ബോസ്റ്റണിൽ നിന്ന് ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. TTR അടുത്തു വന്ന സമയത്ത് മിസ് മാർഗരറ്റ് ഇങ്ങനെ പറഞ്ഞു, സാർ, എനിക്ക് നോസ്കോഷ്യ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങിയാൽ കൊള്ളായിരുന്നുണ്ട്. TTR പറഞ്ഞു, അത് സാധ്യമല്ല, ഇത് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. ഈ ട്രെയിൻ നേരെ പോയി ഹാലിഫാക്സിലായിരിക്കും. സാർ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണം, എന്റെ അമ്മ മരിക്കാൻ കിടക്കുകയാണ്, ഒന്ന് ചെന്ന് മരിക്കുന്നതിന് മുമ്പ് കാണാനാണ്. TTR പറഞ്ഞു, നിങ്ങളോട് എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷെ ഞാൻ നിയമം പാലിക്കുന്ന ഒരു കടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് ഈ ട്രെയിൻ നിർത്താൻ സാധ്യമല്ല. നേരെ ഇത് ഹാലിഫാക്സിൽ പോകത്തുള്ളൂ, അവിടെ ചെന്നിട്ട് ഈ ട്രെയിൻ നിർത്തത്തുള്ളൂ. മിസ് മാർഗരറ്റ് TTRന്റെ മുഖം നോക്കി ഇങ്ങനെ പറഞ്ഞു, 1500 km/h ഈ ഭൂമി കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രപഞ്ച ഗോളങ്ങളെ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കാൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ട്രെയിൻ മറിയാതെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്റെ പക്ഷത്താണ്. ദൈവം എന്റെ പക്ഷത്താണെങ്കിൽ ആര് എനിക്ക് എതിർ നിൽക്കും? ഈ ട്രെയിൻ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കുക തന്നെ ചെയ്യും. TTR പറഞ്ഞു, ഇറ്റ് ഈസ് ഇംപോസിബിൾ. യാത്ര തുടരുകയാണ്. പാതിരാത്രിയിൽ ട്രെയിൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മിസ് മാർഗരറ്റ് കമ്പാർട്ട്മെന്റിൽ നിന്ന് ഇരുന്നുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ, സർവശക്തനായ ദൈവമേ, മോശയുടെ ദൈവമേ, ജോഷയുടെ ദൈവമേ, ഏലിയയുടെ ദൈവമേ, ദാവീദിന്റെ ദൈവമേ, പത്രോസിന്റെ ദൈവമേ, പൌലോസിന്റെ ദൈവമേ, എന്റെ ദൈവമേ, അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ ദൈവമേ എന്ന് നമ്മൾ കുർബാനയിൽ പറയാറില്ലേ പ്രിയമുള്ളവരെ? മാർഗരറ്റ് നിലവിളിച്ച് പറഞ്ഞത് അതുപോലെ തന്നെയാണ്. എന്റെയും ദൈവമേ, പൂർവ്വപിതാക്കന്മാരുടെ മാത്രം ദൈവമല്ല അവിടുന്ന് എന്റെയും ദൈവമാണ്. ദൈവമേ, ഈ ട്രെയിൻ ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റേഷനിൽ നിർത്തി എന്റെ പ്രിയപ്പെട്ട അമ്മ മരിച്ചു പോകുന്നതിന് മുമ്പ് കുറച്ചു നേരമെങ്കിലും അവളെ ശുശ്രൂഷിക്കുവാൻ എന്നെ അനുവദിക്കണമേ. കുറെ മണിക്കൂർ ഓടിയ ട്രെയിൻ പാതിരാത്രിയിൽ എവിടെയോ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ട്രെയിൻ സ്ലോ ചെയ്യുന്നു. ട്രെയിൻ നിന്നു. TTR ഓടി വന്ന് മാർഗരറ്റിനോട് ഈ പ്രകാരം പറഞ്ഞു, മാഡം, നിങ്ങൾ ഇറങ്ങുന്ന സ്റ്റേഷനാണിത്. ഇവിടെ ഇപ്പോൾ ട്രെയിൻ തികച്ചും യാദൃശ്യമായി ഇവിടെ നിന്നിരിക്കുകയാണ്. കാരണം മറ്റുമൊന്നല്ല, ഈ പാളത്തിൽ കൂടി ഒരു ഗുഡ്സിന്റെ ട്രെയിൻ കടന്നു വരുന്നതിനാൽ ക്രോസിംഗ് ആണ് ഇവിടെ. അതിനാൽ 10-15 മിനിറ്റ് സമയം ഈ ട്രെയിൻ ഇവിടെ കിടക്കുന്നതായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങാം. TTR പ്രകാരം പറഞ്ഞു, ഒരു കാര്യം സൂക്ഷിക്കണം, സാധാരണ ഇവിടെ സ്റ്റോപ്പ് ഇല്ലാത്തതിനാൽ ഈ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ ആളുകൾ ആരും കാണത്തില്ല. നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവത്തുള്ളൂ. സൂക്ഷിച്ചു വേണം നിങ്ങൾ പോകുവാൻ. മാർഗരറ്റ് പെട്ടെന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ട്രെയിനിൽ കൂടെ ഇറങ്ങുകയാണ്. ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്റ്റേഷനിൽ ആരുമില്ല. ഒരു 5-6 ചുവട് വെച്ചപ്പോൾ അവൾ അത്ഭുതപ്പെട്ടുപോയി. അവളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അവളെ കാത്തത് ഈ സ്റ്റേഷനിൽ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അവൾ ചേട്ടനോട് ചോദിച്ചു, ജ്യേഷ്ഠ, അങ്ങ് എങ്ങനെയാണ് ഈ സ്റ്റേഷനിൽ വന്ന് കാത്തു നിന്നത്? ഞാൻ വരുന്ന ഈ ട്രെയിനിന് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഇല്ല എന്ന് അങ്ങക്ക് അറിയാമല്ലോ. ശരിക്കും ഈ ഹാലിഫാക്സിൽ പോയി നിൽക്കുന്ന ട്രെയിനാണ്. അങ്ങ് എങ്ങനെ ഈ ചെറിയ സ്റ്റേഷനിൽ വന്ന് എന്നെ കാത്തു നിൽക്കുകയാണ്? മാർഗരറ്റിന്റെ സഹോദരൻ അവരോട് പറഞ്ഞു, മോളെ, ഞാൻ വീട്ടിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. നീ ഹാലിഫാക്സിൽ വന്ന് ഇറങ്ങുമെന്നാണ് എന്റെ ചിന്ത. പക്ഷേ എന്റെ ഉള്ളിൽ ഒരു വലിയ പ്രേരണ, വലിയ ബോധ്യം, വലിയ ചിന്ത ആരോ ശക്തമായി എനിക്ക് നൽകുകയാണ്. നിന്റെ സഹോദരി ഈ നിന്റെ വീട്ടിനടുത്തുള്ള ചെറിയ സ്റ്റേഷനിൽ വന്ന് രാത്രി 2:30 മണിക്ക് ഇറങ്ങുന്നതായിരിക്കും. നിന്റെ സഹോദരി ഇവിടെ ഇറങ്ങും, ചെല്ലുക, അവൾ ഒറ്റയ്ക്കാണ്. ആരോ എന്റെ ഉള്ളിൽ നിന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഈ ജ്യേഷ്ഠൻ എന്തോ ചെയ്തെന്നറിയാവോ? ഈ അദ്ദേഹത്തിന്റെ ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ്, അങ്ങനെ ദൈവം ഒന്നും സംസാരിക്കത്തില്ല, നിങ്ങൾ തോന്നുന്നതാണ്, നിങ്ങൾക്കൊന്ന് ഉറങ്ങൂ, നിങ്ങളുടെ സഹോദരി നാളെ രാവിലെ വീട്ടിലെത്തിക്കോളും. പക്ഷേ അദ്ദേഹം തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇല്ല, എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. എന്റെ ഉള്ളിൽ ആരോ പറയുന്നു, 2:30 മണി സമയത്ത് വെളുപ്പിന് എന്റെ പ്രിയപ്പെട്ട സഹോദരി സ്റ്റേഷനിൽ വന്ന് നിൽപ്പുണ്ട്. വരുന്നത് വരട്ടെ എന്ന് രണ്ടും കൽപ്പിച്ചുകൊണ്ടുകൊണ്ട് ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു ഗുഡ്സ് ട്രെയിൻ കടന്നു പോകുവാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ ഇവിടെ വലിച്ചിരിക്കുകയാണ്. നീ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. യേശുവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി, കർത്താവിന്റെ വചനം ഈ പ്രകാരം പറയുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും?
ആരാണ് നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നറിയോ? നെപ്പോളിയൻ രാജാവല്ല, അലക്സാണ്ടർ ചക്രവർത്തി അല്ല, അമേരിക്കൻ പ്രസിഡന്റ് അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ല. ഇവരൊക്കെ വലിയ ആളുകളായിരിക്കാം. പക്ഷേ അവനേക്കാളും വലിയതും എത്രയും വലിയ ഒരു മഹാനായ ആ ദൈവം, ആദ്യം അന്ത്യവുമായ അൽഫയും ഒമേഗയുമായ, മരണത്തെ ജയിച്ച് ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിച്ചിരുന്നവനായ, സാത്താന്റെ മേൽ അധികാരമുള്ളവനായ, കാലത്തിനുമേൽ ആധിപത്യമുള്ള, അസാധ്യമായ ഒന്നുമില്ലാത്തവനായ സർവശക്തന ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ, നാം ദൈവത്തിന്റെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ വളരെ മനോഹരമായ രംഗമുണ്ട്. ഈ സിറിയ രാജാവ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങ് ഏലീശ പ്രവാചകൻ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ സിറിയ രാജാവ് എവിടെ ആക്രമിച്ചാലും, ഏത് സമയത്ത് ആക്രമിച്ചാലും, ഏത് വഴിയിൽ കൂടെ ആക്രമിച്ചാലും അതിനെ ഇസ്രായേൽ രാജാവ് പട്ടാളക്കാരെ ഉപയോഗിച്ച് കൃത്യമായിട്ട് ചെറുക്കുമായിരുന്നു. ഏത് ഭാഗത്തോടു കൂടെ ആക്രമം വന്നാലും അവിടെ പട്ടാളം കാണും. ഒടുവിൽ സിറിയ രാജാവ് മടുത്തു. സിറിയ രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, ആരാടാ ഇവിടുത്തെ ചാരൻ? ഞാൻ എന്റെ കൊട്ടാരത്തിൽ സംസാരിക്കുന്ന കാര്യം കിലോമീറ്ററുകൾ അപ്പുറമുള്ള, വളരെ ദൂരെയുള്ള ഇസ്രായേൽ രാജാവ് ഇത്രയും കൃത്യമായിട്ട് എങ്ങനെയാണ് അറിയുന്നത്? എന്റെ പട്ടാളത്തിലെ ചാരൻ ആരാണ്? ഉടനെ പട്ടാളക്കാരൻ ഇപ്രകാരം പറഞ്ഞു, രാജാവേ, അങ്ങ് ദേഷ്യപ്പെട്ട് കാര്യമൊന്നുമില്ല. അങ്ങ് അന്തപ്പുറത്ത് ഇരുന്ന് പറയുന്ന കിടപ്പറ രഹസ്യം പോലും തിരിച്ചറിഞ്ഞ് ഇസ്രായേൽ രാജാവിനെ ചെവികളിൽ പറഞ്ഞു കൊടുക്കുന്ന മറ്റാരുമല്ല, ഏലീശ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസനാണ്, കർത്താവിന്റെ പ്രോഫിറ്റാണ്, കർത്താവിന്റെ പ്രവാചകനാണ്. സിറിയ രാജാവ് ഈ പ്രകാരം പറഞ്ഞു, ആരാടാ അവിടെ? പട്ടാളം മുഴുവനും കടഞ്ഞെന്ന് അവനെ പിടിച്ചുകൊണ്ടുവരട്ടെ. ആ പ്രവാചകനെ അറസ്റ്റ് ചെയ്ത് എന്റെ രാജ്യത്തിൽ കൊണ്ടുവരട്ടെ. അവനെ കൊണ്ടുവരുന്നതോടുകൂടി പ്രശ്നങ്ങൾ തീരും. അങ്ങനെ മുഴുവൻ പട്ടാളത്തെയും കൂടി സിറിയ രാജാവ് ഏലീശ പ്രവാചകനെ പിടിക്കാൻ വിടുകയാണ്. പ്രഭാതത്തിൽ ഏലീശയുടെ ദാസൻ ഭവനം വിട്ട് പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഏലീശയുടെ ദാസൻ ഒരു കാഴ്ച കണ്ടു. ഏലീശ പ്രവാചകന്റെ ഭവനത്തിന്റെ ചുറ്റുമുള്ള മലകളിൽ ആയിരക്കണക്കിന് കുതിരകളും പട്ടാളക്കാരും രഥങ്ങളും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. ആ ദാസൻ പേടിച്ചുപോയി. ദാസൻ ഓടിച്ചെന്ന് ഏലീശ പ്രവാചകനോട് പറഞ്ഞു, യജമാനനെ കാണണമേ, നമ്മുടെ കാര്യം തീർന്നു. ഇതാ നമ്മുടെ വീടിന് ചുറ്റും 10,000 പട്ടാളക്കാർ ഇങ്ങനെ വന്നിരിക്കുന്നു. ഏലീശ പുഞ്ചിരിയോട് പറഞ്ഞു, സാരമില്ല, അവരുടെ പക്ഷത്തുള്ളതിനേക്കാളും കൂടുതൽ ആളുകൾ നമ്മുടെ പക്ഷത്തുണ്ട്. എന്നിട്ട് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ, എന്റെ ദാസന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ ദാസന്റെ ആന്തരിക കണ്ണുകളെ തുറക്കണമേ. അവൻ കാണട്ടെ, ലെറ്റ് ഹിം സീ, അവൻ കാണട്ടെ, അങ്ങയുടെ മഹത്വം കാണട്ടെ. പെട്ടെന്ന് ഏലീശയുടെ ദാസന്റെ ഒരു കാഴ്ച കണ്ടു. ആ മല മുഴുവനും സ്വർഗീയ രഥങ്ങളും സ്വർഗീയ കുതിരകളും നിറഞ്ഞിരിക്കുന്നു. 10,000 പെട്ട സിറിയ രാജാവിന്റെ ഉണ്ടെങ്കിലും അതിന്റെ ഇരട്ടിയിലധികം കൂടുതൽ സ്വർഗീയ സൈന്യങ്ങൾ ഏലീശ പ്രവാചകന്റെ ചുറ്റും അവിടെ നിൽക്കുന്നത് ഏലീശയുടെ ദാസൻ കണ്ടു. ഏലീശ പ്രവാചകൻ എന്തു ചെയ്തെന്നറിയാവോ? ഈ പ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, സിറിയ പട്ടാളക്കാരെ അന്ധരാക്കി കളയണമേ. പെട്ടെന്ന് കർത്താവിന്റെ ശക്തി അവിടെ ഇറങ്ങി സിറിയ പട്ടാളക്കാർ മുഴുവനും അന്ധരായിപ്പോയി. ഏലീശ നേരെ അവരുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങളെ ഞാൻ ലക്ഷ്യത്തെ സ്ഥാനത്ത് ഞാൻ എത്തിച്ചേരാം. ആയുധങ്ങളെല്ലാം പിടിച്ചെത്തിയ ശേഷം അവിടെ നടത്തിക്കൊണ്ട് സമര്യ ദേശത്തെ കൊണ്ടുചെന്നു. സമര്യ പട്ടണത്തിന്റെ മധ്യത്തിൽ എത്തിക്കഴിഞ്ഞു. ഏലീശ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, ഇവരുടെ കണ്ണുകളെ തുറക്കണമേ. പെട്ടെന്ന് സിറിയ പട്ടാളത്തിന്റെ കണ്ണുകൾ തുറന്നു. അവർ പേടിച്ചുപോയി. ശത്രുക്ക രാജ്യത്തിന്റെ മധ്യത്തിൽ ആയുധങ്ങളില്ലാതെ നിൽക്കുകയാണ്. ഭയന്നുപോയി അവര്. പെട്ടെന്ന് ഇസ്രായേൽ രാജാവ് ഏലീശ പ്രവാചകനോട് ഇങ്ങനെ ചോദിക്കുന്നു, ഇവരെ മുഴുവനും കൊന്നുകളയട്ടെ. ഉടനെ ഏലീശ പ്രവാചകൻ പറഞ്ഞു, നോ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്ത് സന്തോഷത്തോടെ അവിടെ രാജ്യത്തിലേക്ക് കൊണ്ടുവിടുക. ഇസ്രായേൽ പട്ടദേശത്തിന് മുഴുവൻ തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുചെന്ന് വിഭവസമൃദ്ധമായ ആഹാരം കൊടുത്തു സന്തോഷത്തോടെ ആരെ ഉപദ്രവിക്കാതെ അവരെ വിടുകയാണ്. അതിനുശേഷം സിറിയക്കാര് ഇസ്രായേലിനെ ആക്രമിക്കാൻ ആ കാലത്ത് ഒരിക്കലും വന്നില്ല. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ഇഫ് ഗോഡ് ഈസ് വിത്ത് അസ്, ഹു ക്യാൻ ബി അഗേൻസ്റ്റ് അസ്? ദൈവം നമ്മുടെ ചേർന്ന് നടക്കുകയാണെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ വഴി കൂടെ നടക്കുകയാണെങ്കിൽ, മുഴുവൻ പിശാചുക്കളുടെ നമ്മുടെ എതിരായാലും നമ്മുടെ ഒരു മുടി പോലും അവർ തൊടുവാൻ അവർക്ക് സാധിക്കത്തില്ല. ഇത് നമ്മുടെ വചനത്തിൽ തന്നെ ഉറപ്പാണ്. ദൈവം
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ദാനിയേലിന്റെ സിംഹക്കുഴിയിൽ എറിഞ്ഞ കാര്യമാണ് അന്നത്തെ സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മകൾ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ അമ്മ ചോദിച്ചു, ഇന്ന് എന്താണ് സാർ പഠിപ്പിച്ചത്? ഉടനെ മോള് പറഞ്ഞു, ഇന്ന് ദാനിയേൽ പ്രവാചകന്റെ സിംഹക്കുഴിയിൽ എറിഞ്ഞ സംഭവമാണ് ഞങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ചത്. അമ്മ ചോദിച്ചു, അന്ന് ടീച്ചർ എന്തോന്ന് പറഞ്ഞു കൊടുത്തേ? അമ്മ, സാർ ഇങ്ങനെ പറഞ്ഞു, ദാനിയേൽ സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ രാജാവ് കാണാതെ വേറൊരു സിംഹം ആ കുഴിയിൽ ഉണ്ടായിരുന്നു. ആ സിംഹത്തെ രാജാവ് കണ്ടില്ല. ആ സിംഹത്തിന്റെ പേരാണ് യൂദാ ഗോത്രത്തിന്റെ സിംഹം, ദ ലയൺ ഓഫ് യൂദ. യേശു ക്രിസ്തുവിനെ പറ്റി ബൈബിൾ പറയുന്ന പേരാണ് ലയൺ ഓഫ് ജൂദ ഗോത്രത്തിന്റെ സിംഹം. ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്വഭാവമാണ്. യൂദാ ഗോത്രത്തിന്റെ സിംഹം എന്ന് പറയുന്നത് യേശുവിന്റെ ശക്തിയെ കാണിക്കുന്നു, യേശുവിന്റെ അഭിഷേകത്തെ കാണിക്കുന്നു, സാത്താനുമായിട്ടുള്ള അവന്റെ പോരാട്ടത്തെ കാണിക്കുന്നു, പിശാനെ തകർക്കാനായിട്ട് അവന്റെ വലിയ ശക്തി മഹത്വത്തെയും കാണിക്കുന്നു. എന്നിട്ട് ഈ കുട്ടി അമ്മയോട് പറഞ്ഞു, അമ്മേ, ആ യൂദാ ഗോത്രത്തിന്റെ സിംഹത്തെ കണ്ടതേ ബാക്കിയുള്ള സിംഹങ്ങൾ പേടിച്ചുപോയി, ദാനിയേലിനെ ഉപദ്രവിച്ചില്ല എന്നാണ് സാർ നമ്മളെ പറഞ്ഞത്. എത്രയോ മനോഹരമായ ഒരു സത്യമാണിത്. ഈ യൂദാ ഗോത്രത്തിലെ സിംഹമായ കർത്താവ് എന്റെയും നിങ്ങളുടെയും കൂടെ ഉണ്ടപ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് യെശയ്യാ പ്രവാചകനോട് പറയുന്നുണ്ട്, അകലെ നടന്നാലും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും പ്രയാസം വരികില്ല, വെള്ളത്തിൽ കൂടെ നടന്നാലും നീ മുങ്ങിപ്പോകുകയില്ല, നിന്റെ കഴുത്ത് വരെ വെള്ളം കൊണ്ട് മുങ്ങിയിരുന്നാലും പക്ഷെ നീ മുങ്ങിപ്പോകത്തില്ല, കാരണം ഞാൻ നിന്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. യേശുവിലേറ്റ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? പത്രോസിനെ പിടിച്ച് ഹെരോദ രാജാവ് ജയിലിടുന്ന ഭാഗം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ തല വെട്ടിക്കഴിഞ്ഞപ്പോൾ അത് ശത്രുക്കളെ സന്തോഷിപ്പിച്ചു എന്ന് കണ്ട ഹെരോദ രാജാവ് വിചാരിക്കുകയാണ്, ഇനിയും അവരുടെ കമാൻഡറിനെ കൊന്നുകളയാം, ഒരു അപ്പോസ്തലനെ തട്ടി ഇനി കമാൻഡറിനോട് കൊന്നുകളയാം എന്ന്. അങ്ങനെ പത്രോസിനെ പിടിച്ച് ജയിലിട്ടേക്കാണ്. കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. മാനുഷികമായി പറഞ്ഞാൽ രക്ഷപ്പെടുവാൻ യാതൊരു നിവൃത്തിയുമില്ല. 16 പട്ടാളക്കാരാണ് ഒരു മനുഷ്യനെ കാവൽ നിൽക്കുന്നത്. കയ്യിൽ ഒരു പിച്ചാത്തിയോ ഒരു ബ്ലേഡോ ഒന്നുമില്ലാത്ത പത്രോസിനെ കാവൽ നിൽക്കുന്നത് 16 പട്ടാളക്കാരും പടകൂട്ടം ചങ്കലുകളുമാണ്. ഇതിന്റെ മധ്യത്തിൽ അവനെ രക്ഷപ്പെടുത്തുവാൻ ആർക്കും സാധ്യമല്ല. പക്ഷെ കർത്താവിന്റെ വചനം പത്രോസിന് അറിയായിരുന്നു, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ഹെരോദാസേ, നിന്റെ മുഴുവൻ പട്ടാളവും, നിന്റെ മുഴുവൻ പോലീസും, നിന്റെ മുഴുവനും പാറ്റേൺ ടാങ്കുകളും ഈ പത്രോസിന് നേരെ നീട്ടിപ്പിടിച്ചാലും പത്രോസിന്റെ ഒരു മുടിയെ പോലും സ്പർശിക്കാൻ നിനക്ക് സാധ്യമല്ല. കാരണം ദൈവം അവന്റെ പക്ഷത്താണ്. ദൈവം പറയാത്ത സമയത്ത് മരിക്കാൻ അവന് സാധ്യമല്ല. കർത്താവ് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, യോഹന്നാൻ, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലാണ്. കർത്താവിന്റെ ഒരു മകൾ എപ്പോൾ മരിക്കണമെന്ന് ശത്രുക്കളല്ല തീരുമാനിക്കുന്നത്, പിശാചല്ല തീരുമാനിക്കുന്നത്, കർത്താവാണ് തീരുമാനിക്കുന്നത്. കർത്താവ് തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ കർത്താവിന്റെ മകൾ മരിച്ചുകൊള്ളൂ. അത് എപ്പോ വേണമെങ്കിലും ആകാം, പക്ഷെ അത് കർത്താവ് തീരുമാനിക്കണം. ഇതാ, മരണത്തിന്റെയും നരകത്തിന്റെ താക്കോലുകൾ എന്റെ കയ്യിലുണ്ട്. പത്രോസിനെ തകർത്ത് കളയാൻ ആർക്കും പറ്റിയില്ല. രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ജയിലിന്റെ ഉള്ളിലറയിൽ കടന്നു വരികയാണ്. ഇരുമ്പഴുകൾ, ചങ്കലകൾ പൊട്ടിത്തെറിക്കുകയാണ്. പത്രോസിനെ കൈക്ക് പിടിച്ച് ദൈവത്തിന്റെ ദൂതൻ പുറത്തു കൊണ്ടുവരികയാണ്. അത്ഭുതകരമായ പത്രോസ് അപ്പോസ്തോലിക ശുശ്രൂഷ തുടരുകയാണ്. യേശുവിലേറ്റ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വലിയമായ ദൈവത്തെ നമ്മുടെ കൂടെ നിർത്തുവാൻ നമ്മൾ തയ്യാറാണോ? നമ്മൾ അത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഒന്നാമതായി, നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. നമ്മുടെ കർത്താവ് പരിശുദ്ധനാണ്. ജോബിന്റെ പുസ്തകം 15 അധ്യായത്തിന്റെ 15 വാക്യം പറയുകയാണ്, സ്വർഗം പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല, തന്റെ വിശുദ്ധരായ ദൂതന്മാരിൽ പോലും ദൈവം കുറ്റം കാണുന്നു. സച്ച് എ ഹോളി ഗോഡ് അവർ ഗോഡ് ഈസ്. ഇത്ര പരിശുദ്ധനായ ദൈവമാണ് നമ്മുടെ ദൈവം. ദൂതന്മാരിൽ പോലും ദൈവം കുറ്റം കാണുന്നു. സ്വർഗം പോലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിർമ്മലമല്ല. ജോബ് 15:15. ഈ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ, ഈ ദൈവത്തെ നമ്മുടെ പക്ഷത്ത് നിർത്തണമെങ്കിൽ നമ്മൾ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി തീരണം. അതിന് നമ്മൾ വില കൊടുക്കണം. അതിന് നമ്മളെ സമർപ്പിക്കണം. കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് നമ്മൾ കർത്താവിന്റെ കൈക്ക് പിടിച്ച് നടക്കണം.
അബ്രഹാം ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, ഇസഹാക്ക് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, യാക്കോബ് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, മോശ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, ജോഷുവ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു, ദാവീദ് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നു. ദൈവവും അവരുടെ പക്ഷത്തും നിന്നു. ലോകം മുഴുവനും അവരുടെ എതിരായി ശത്രുക്കൾ പെരുക്കി, പക്ഷേ അവരെ കീഴ്പ്പെടാൻ സാധിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം ഗരാർ എന്ന പ്രദേശത്ത് ഇസഹാക്ക് കിണറ് കുഴിക്കാൻ തുടങ്ങി. അവൻ 100 മേനി ഫലങ്ങൾ കൊയ്തപ്പോൾ അവൻ ശത്രുക്കൾ ഉണ്ടായി. അവൻ പെട്ടെന്ന് സമ്പന്നനായി മാറി. അവൻ കുഴിച്ച കിണറുകളെല്ലാം ശത്രുക്കൾ വന്ന് മൂടിക്കളഞ്ഞു. അവൻ ആരോടും വഴക്കിടാൻ പോയില്ല, യുദ്ധത്തിന് പോയില്ല, ഒന്നിനും പോയില്ല. അവൻ വേറെ കിണറുകൾ കുഴിച്ചപ്പോൾ ഗെറാറിലെ ആട്ടിടന്മാർ വന്നിട്ട് പറഞ്ഞു, ഇത് നമ്മുടെയാണ്. അവിടെയും അവൻ വഴക്കിടാൻ പോയില്ല. അവൻ വീണ്ടും കിണർ കുഴിച്ചു. ഒടുവിൽ ദൈവം ആ രാത്രിയിൽ അവൻ പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, മോനെ ഇസഹാക്കെ, നീ ആരോട് വഴക്കിടാൻ പോവാതെ, ബഹളം ഉണ്ടാക്കാൻ പോവാതെ, നീ കുഴിച്ച കുഴികൾ മറ്റുള്ളവർ വന്ന് മൂടിക്കളഞ്ഞപ്പോൾ, വെള്ളം നിനക്ക് കിട്ടിയപ്പോൾ, അവിടെ നിന്ന് അവനെ ഓടിച്ചു കളഞ്ഞപ്പോൾ, ഇത് ഞങ്ങളുടെ കിണറാണെന്ന് ശത്രുക്കൾ പറഞ്ഞപ്പോൾ, നീ കളഞ്ഞ സ്നേഹത്തിന്റെ വഴി കൂടെ, എന്റെ വഴി കൂടെ നടന്നാൽ ഞാൻ വാക്ക് പറയുന്നു, ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്ത് പെട്ടെന്നറിയോ പ്രിയപ്പെട്ടവരെ, 26 അധ്യായത്തിന്റെ 28 വാക്യം വരുമ്പോൾ നമ്മൾ കാണുകയാണ്, അബിമലക്ക് രാജാവ്, ഗറാറിലെ ശത്രു രാജാവ് ഇങ്ങോട്ട് കടന്നു വന്ന് ഇസാഖിനോട് പറയുന്ന, ഇസാഖെ, ഞാൻ നിന്നെ കാണാനായിട്ട് വന്നിരിക്കുന്നത്, നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവനായ ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നു. അതുകൊണ്ടൊരു വാക്ക് തരണം, നീ ഞങ്ങളെ ഉപദ്രവിക്കരുത്. കാണൂ പ്രിയപ്പെട്ടവരെ, ദൈവം ഇസഹാക്കിന്റെ പക്ഷത്ത് നിൽക്കുന്നുവെന്നും ഇസഹാക്ക് അനുഗ്രഹിക്കപ്പെട്ടവന് കണ്ടപ്പോൾ ശത്രു രാജാവ് ഇങ്ങോട്ട് വന്ന് ഉടമ്പടിക്കായി കടംപെട്ടു വരികയായിരുന്നു. ഇസഹാക്കെ, നീ എന്നെ ഉപദ്രവിക്കരുത്. കിണർ കുഴിച്ച് നടക്കുന്ന ഒരു മനുഷ്യനോട് രാജാവ് വന്ന് പറയുകയാണ്, നീ എന്നെ ഉപദ്രവിക്കരുത്. കാണുക പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും? ഇസഹാക്ക് എത്ര എളിമയുള്ള വ്യക്തി ആയതുകൊണ്ട് ഇസഹാക്ക് രാജാവിനോട് ഉടമ്പടി വെച്ചത്, ഓക്കെ, വി വിൽ ബി ഫ്രണ്ട്സ്, നമ്മൾ നല്ല സുഹൃത്തുക്കളായിരിക്കും. നമ്മൾ ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വിശുദ്ധ ജീവിതത്തിനായിട്ട് കൊതിക്കുക, പാപത്തെ ഉപേക്ഷിക്കുക, എളിമയുള്ളവരായ ഒരു ഹൃദയം സൂക്ഷിക്കുകയും തെറ്റുപയാൽ അനുദപിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിനെ കൂടെ നടക്കുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടിയും വലിയ കാര്യങ്ങൾ ചെയ്യും. അവിടുന്ന് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം മാത്രമല്ല, മറിയാമിന്റെയും ഏലിയാമ്മയുടെയും തോമാച്ചന്റെയും ചാക്കോച്ചന്റെയും ഒക്കെ ദൈവമാണ്. എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പക്ഷത്താണ്. ആര് ഞങ്ങൾക്ക് എതിർ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ ഞങ്ങൾക്കായി വിട്ടുതന്ന പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾക്ക് വിട്ടുതന്ന പിതാവേ, സ്വന്തം പുത്രന്റെ ശരീരവും രക്തവും വിശുദ്ധ കുർബാനയിൽ ഞങ്ങൾക്ക് നൽകിയ പിതാവേ, പരിശുദ്ധ കന്യക മറിയത്തിന് ഞങ്ങൾക്ക് ദാനമായി നൽകിയ അമ്മയായിട്ട് നൽകിയ പിതാവേ, വചനത്തെ തന്ന പിതാവേ, തിരുസഭയെ തന്ന പിതാവേ, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ, വേദനകൾ ഈ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. അതിനെല്ലാം പരിഹരിക്കാൻ അങ്ങേക്ക് സാധിക്കും. വലിയ കൃപകൾ ഒഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിന്റെയും ഇസാക്കിന്റെയും യാക്കോബിന്റെ പൂർവ്വപിതാക്കന്മാരുടെ അപ്പോസ്തലന്മാരെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. In the name of the Father, and of the Son, and the Holy Spirit. Amen. Our Father in heaven, we come humbly into your presence, and we lift our hearts and our lives unto you. Thank you for all the countless blessings that you have given us, Lord. Lord, please forgive our human faults and insecurities and our doubts. God, fill our hearts with love and teach us how to share it with all those we encounter. Lord, help us to be kind to those around us. Mold us, shape us, and use us, Lord, for your perfect will. Help us to always stand in faith and help and focus on you when unexpected circumstances arises. We humbly come before you with grateful hearts, praising you with all our being, for we know that every good and perfect gift comes from you, the one who never changes. We recognize those good things, both
large and small, with which you have blessed us. But we also recognize our forgetfulness in giving thanks each and every day. Forgive us in our humanity, Lord. We thank you for answering our prayers and for knowing what we need even before we ask. Please bless those who can't be with us, yet remain close to our hearts, and continue to bless and protect us all. Lord, we admit that we are afraid. The spread of the coronavirus is happening rapidly and throughout the world. We pray for healing for those who are sick. We pray for those who have lost loved ones into death. We pray for protection. We come to your throne of grace asking for you to stop the spread of this virus. We ask that our family, loved ones, and communities be protected and not become sick. We pray for medical providers. We pray for leaders, government officials, and those in authority, that they would have the knowledge and desire to make decisions in the best interest of the people they serve. We pray for those in the media, that they would give us information we need without creating needless fear or panic. Lord, you are in control of all things that we place our lives into your hands. In the name of the Father, Son, and Holy Spirit, we pray. Amen. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നിങ്ങളേവരുടെ മേലും സഭയുടെ മേലും സമൂഹത്തിൻ്റെ മേലും ദൈവസൃഷ്ടി മുഴുവനായും പ്രത്യേകിച്ചും കൊറോണയുടെ ഭീകരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്ന എവരുടെ മേലും അവരെ സഹായിക്കുകയും തുണയ്ക്കുകയും ചെയ്യുന്ന എവരുടെ മേലും ദൈവസന്നിധിയിലേക്ക് കൂടി ചേർക്കപ്പെട്ട് വാങ്ങിപ്പോടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.